ഹലോ ഹായ് നമസ്കാരം. സമന്തയുടെ ഏറ്റവും പുതിയ സിനിമ മാ ഇൻറ്റി ബംഗാരം. തമിഴിൽ ഇതിൻ്റെ പേര് എങ്കൾ തങ്കം എന്നാണ്. അത് പറയാനുള്ള കാരണം ഞാൻ തമിഴിലാണ് ഈ സിനിമ കണ്ടത്. സിനിമ കണ്ട് ഞാൻ വേറെ കാറിൽ വന്നിരിക്കുകയാണ്. ഇത് ട്രിവാൻഡ്രത്ത് എമ്മോട്ടിലാണ്. അവിടെ ഫുൾ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ ബഹളവും കൂടി ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. എന്തായാലും ഈ സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത് 2.5 മണിക്കൂറുണ്ട് പടം. അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു. ഒരുപാട് സീക്വൻസുകളൊക്കെ കട്ട് ഷോട്ട് ചെയ്ത് ഈ ഭയങ്കര സ്പൂൺ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് ഒരു 1.5 മണിക്കൂറിലേക്ക് ഈ സിനിമ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായനെ. പക്ഷേ ഇരുത്തി വലിപ്പിച്ച് കുറച്ച് ഫാമിലിയും പാസമൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊണ്ടുപോയി എന്നാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞു തുടങ്ങാനാണെങ്കിൽ സമന്ത ആസ് ഓൾവേസ് അവരുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, അവരുടെ ഒരു എക്സ്പ്രഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഹ്യൂമർ കൈകാര്യം ചെയ്യുമ്പോഴാണ് എനിക്ക് സമന്തയെ കൂടുതൽ ഈ സെൻറ്റിമെൻറ്റ്സിനേക്കാൾ കൂടുതൽ കുറച്ചും കൂടി ഒരു ഇഷ്ടപ്പെടുക. അത് പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചില നോട്ടങ്ങൾ, അതായത് ഒരു സ്റ്റാർ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴേ കുറേ കാലം കൊണ്ട് നമ്മുടെ മനസ്സിൽ പതിയുന്നൊരു സാധനമുണ്ട്. അതിനെ കൃത്യമായിട്ട് അവരുടെ ഈ ക്യാരക്ടറിലും അത് അവർക്ക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ആക്ഷൻ പുള്ളിക്കാരി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യൻ ഫിലിം ആർട്ടിസ്റ്റുകളിൽ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ആക്ഷൻ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അത്രയും രസമായിട്ട് അവർ ഭയങ്കര മെയ്വഴക്കത്തോടുകൂടി വളരെ കൺവിൻസിങ് ആയിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പോസിറ്റീവ് ആക്ഷൻ സീക്വൻസുകൾ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അതിൽ നമ്മളിപ്പോൾ വിഷ്വൽ ക്യാമറ ആംഗിൾ പറയണം, എഡിറ്റിംഗ് പറയണം, അതിൻ്റെ VFX പരിപാടികൾ പറയണം, ആ ആക്ഷൻ കൊറിയോഗ്രഫി എന്ന് വെച്ചാൽ സമന്ത ഈ ബാക്കിയുള്ള ഇവരെ ഇടിക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫിസിക്കലി ഒരു ഭയങ്കര സൈസ് ഡിഫറൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പം ഇത്ര വെയിറ്റ് ഉള്ള ഒരാൾ ഇത്ര ഒരു ഇടിച്ച് കഴിഞ്ഞാൽ മറ്റേ ആൾ പറന്നു പോകാന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മുടെ നായകന്മാരൊക്കെ മറ്റേ വലിയ ആൾക്കാരായിട്ട് മസിൽ പെരുപ്പിച്ചിട്ട് വന്നിരിക്കുന്നത്. അപ്പം സമന്തയ്ക്ക് അങ്ങനെ ഒരു ബൾക്കപ്പ് പരിപാടി നടക്കില്ലല്ലോ. പക്ഷേ അവരുടെ മൂവ്മെൻറ്റിലാണ്, ടെക്നിക്കലാണ്, അതായത് സ്കില്ലും സ്ട്രെങ്ത്തും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു സാധനം ഉണ്ടാകുന്നത്. അപ്പം ഇതിൽ അവരുടെ സ്കില്ലിൻ്റെ ലെവൽ കാണിച്ചിരിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് അവർ ഈ മൊത്തം ഫൈറ്റ് കൊറിയോഗ്രഫി സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളി പരിപാടിയാണ്. അത്രയും കൺവിൻസിംഗ് ആയിട്ട് അത് കൊണ്ടുവരുന്ന കാര്യത്തിൽ ആക്ഷൻ പരിപാടികൾ, അതിൽ വിഷ്വലും ഓഡിയോയും അതിൻ്റെ കൂടെ ഈ പറയുന്ന ഫൈറ്റ് കൊറിയോഗ്രഫിയും എല്ലാം ചേരുന്നുണ്ട്. ആർട്ടിസ്റ്റുകൾ ചേരുന്നുണ്ട്. പിന്നെ ഒരു കല്യാണ വീടും പരിപാടിയൊക്കെയാണ്. കൾച്ചറലി നമുക്കത്ര കാര്യമായിട്ട് കണക്റ്റ് ആവില്ലെങ്കിലും ഈ സിനിമ തെലുങ്കിലാണ് റിലീസാവുന്നത്. അപ്പം ആ ഭാഷ സംസാരിക്കുന്ന ഈ കൾച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയിരിക്കും. പക്ഷെ കൊള്ളാം, മൊത്തത്തിൽ വിഷ്വലി നല്ല രസമുണ്ടായിരുന്നു. മ്യൂസിക്കും ഒരു പരിധി വരെ ഓക്കെ എന്നേ ഉള്ളൂ. ഒരു അടുത്ത ലെവലിലേക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയില്ല, ഇറ്റ്സ് ഓക്കേഷ് പരിപാടിയൊക്കെയാണ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ഹ്യൂമർ എലമെൻറ്റ്സ് ഉണ്ട്. ഈ നല്ല മരുമകളാകാൻ ശ്രമിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശ്രമങ്ങൾ, ആ വീട്ടിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു നല്ല മരുമകളുണ്ട്, അപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, അതിനൊക്കെ ഈ ഹ്യൂമർ കൈകാര്യം ചെയ്യുന്ന സമന്തയുടെയും അതുപോലെ തന്നെ മറ്റ് ആർട്ടിസ്റ്റുകളുടെ ഒക്കെ ഒരു കോർഡിനേഷനിൽ തരക്കേടില്ല നമുക്ക് ചിരിക്കാനുള്ള, എന്ന് വെച്ചാൽ വാരിക്കോരി ചിരിക്കാനല്ല, തരക്കേടില്ലാതെ ചിരിക്കാനുള്ള എലമെൻറ്റ്സ് ഉണ്ട്. പിന്നെ ഒരു ക്യാരക്ടർ ബിൽഡിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഇതിൻ്റെ ഒരു മാസ് എലമെൻറ്റ് എന്താണെന്ന് പറയുന്നൊരു സാധ്യതയ്ക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് പോകുന്നൊരു ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് ശരിക്കും ഫൈറ്റ് എണ്ണം കൂടുന്നത് മാത്രമല്ല ഫൈറ്റ് കുറച്ചുകൂടി ബെറ്റർ ആയതും സെക്കൻഡ് ഹാഫിലാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ അവിടെ വരുമ്പോഴേക്കും ഈ ഹ്യൂമർ എലമെൻറ്റിൽ നിന്ന് മാറിയിട്ട് ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, കുടുംബം നഷ്ടപ്പെടുമെന്ന് പറയുന്ന പേടി, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവിടെ ഇനി നമുക്കൊരു പേടി ഫീൽ ചെയ്യണമല്ലോ ആസ് എൻ ഓഡിയൻസ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന് പറയുന്നൊരു ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അവിടെ ഇവർക്ക് ഈ ഒരു തീരുമാനമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു ടൈറ്റ് ഫീലില്ലേ, ആസ് എ പ്രേക്ഷകൻ അത് നമ്മളിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ ഇവർ പറഞ്ഞ് പരത്തി കളഞ്ഞു. അതായത് അവരത് ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ, പക്ഷെ അത് പറഞ്ഞ് പരത്തി ഭർത്താവിൻ്റെ അടുത്ത്, അളിയൻ്റെ അടുത്ത്, അവരുടെ അടുത്ത്, ഇവരുടെ അടുത്ത് പറഞ്ഞ് നീണ്ടുപോയി. അതാണ് എനിക്ക് ഈ സിനിമയിൽ ആകെ തോന്നിയ പ്രശ്നങ്ങൾ. ഫൈറ്റ് സീക്വൻസുകളുണ്ട്, ഉള്ളത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ലെങ്ത്തും ഭയങ്കര കുറഞ്ഞു പോയി. എന്ന് വെച്ചാൽ ട്രെയിലർ കണ്ടിട്ട് ഈ സിനിമയ്ക്ക് കയറുന്ന ഒരാൾ പ്രതീക്ഷിക്കുന്നു ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ്. ചെറിയ കുറച്ച് ഫൈറ്റുകൾ മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി. ഒന്ന്, ഈ ഫൈറ്റ് ചുരുങ്ങിപ്പോയതിൻ്റെ കൂടെ ആവശ്യമില്ലാത്ത മറ്റേ ഇമോഷൻ സെൻറ്റിമെൻറ്റ്സ് വർക്കാവാത്ത സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് വലിച്ചു നീട്ടി പരത്തി എവിടെയോ ഒരു സീരിയലിലേക്ക് വീണുപോയി. കുറച്ച് കോമഡി ഉള്ളൊരു സീരിയലിലേക്ക് വീഴാനുള്ളൊരു അങ്ങനത്തെ ഒരു ട്രാക്കിലേക്ക് ആയിപ്പോയി. പക്ഷേ മോശമല്ല, എന്താ പറയുക, സമന്തയുടെ ഈ ഒരു എഫേർട്ട് കാണാൻ വേണ്ടിയിട്ട്, എഫേർട്ട് മാത്രമല്ല, എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ലല്ലോ, അത് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യണ്ടേ. ആ പറയുന്ന ആക്ഷൻ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോകാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ലാഗ് അടിച്ചു എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമുക്ക് ഉറക്കക്ഷീണം വരിക എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഇച്ചിരി വലിഞ്ഞു പോയി എന്ന് തോന്നി. പക്ഷേ ഞാൻ ഈ പറയുന്ന മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണല്ലോ. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ ഒരുപക്ഷെ ഇതിനേക്കാൾ ഗംഭീര സിനിമയായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം. ചിലപ്പം ഇനിയും കുറച്ചുകൂടി കുറ്റം പറയാനുണ്ട് എന്നും തോന്നിയേക്കാം. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.